ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ വീടിൻ്റെ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വീടെന്ന് പറയുമ്പം പുതിയ വീടൊന്നുമല്ല, പണി കഴിഞ്ഞിട്ട് 6 വർഷത്തോളമായ വീടാണ്. ഒരു വീടെന്ന് പറയുമ്പം എല്ലാവരുടെയും മനസ്സിലെ ഒരു സ്വപ്നമാണല്ലോ അല്ലേ, അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഒത്തിരി സ്വപ്നം കണ്ട് ഒത്തിരി ആഗ്രഹിച്ച് ഉണ്ടാക്കിയൊരു വീടാണ്, ഒരു കൊച്ചു വീടാണ് നമ്മുടെ വീട്. പക്ഷേ നമ്മുടെ വീട്ടിൽ പെയിൻ്റ് അടിച്ചിട്ടില്ല, പണി കഴിഞ്ഞിട്ട് ജസ്റ്റ് വൈറ്റ് വാഷ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ കാര്യമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക്സ് ഒന്നും ചെയ്തിട്ടില്ല ഇതിൽ. അപ്പോൾ ഇങ്ങനെയാണ്. കയറി ചെല്ലുമ്പോൾ ചെറിയൊരു വരാന്തയുണ്ട്. ചെടികളൊക്കെ എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എവിടെ നിന്ന് ചെടി കിട്ടിയാലും ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് നടാറുണ്ട്. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര മഴയും എപ്പോഴും നനവും ഒക്കെ ആയതുകൊണ്ട് കാടൊക്കെ പിടിച്ച് ഇപ്പോൾ കാടൊക്കെ കയറി പുല്ലൊക്കെ കയറി കിടക്കുകയാണ്. മഴയൊക്കെ മാറിയിട്ട് വേണം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട്. ഇവിടുത്തെ സ്ഥിതി പുല്ല് പറിച്ചിട്ട് കയറും, അപ്പോൾ തന്നെ പുതിയതും മുളയ്ക്കും. അതാണ്, അങ്ങനത്തെ മഴയല്ലേ നമുക്ക്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ഡോറും ജനലും വിൻഡോസും തേക്കിൻ്റെ തടി കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിച്ചതാണ്. ഇതാണ് ഹാള്, ചെറിയ ഹാളാണ്. ഹാളിലാണ് നമ്മുടെ രൂപക്കൂടും പ്രാർത്ഥിക്കാനുള്ള സ്ഥലവും ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ സോഫയിൽ ഇരുന്നിട്ടാണ് പ്രെയർ ചെയ്യാറ്. അതുപോലെ തന്നെ TV ഇവിടെ തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മോളുടെ ട്രോഫിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു അലമാര സൈഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ മെറൂണും ഗോൾഡനും കലർന്ന കളറിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനോട് ചേർന്നിട്ട് നമുക്ക് വാഷ് ബേസിനുണ്ട്. ഹാളിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഡൈനിങ് റൂം. അവിടെ വാഷ് ബേസിൻ ഇല്ലാത്തത് കഴിഞ്ഞ് വരുമ്പോൾ റൂമിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഷാർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് കാണുന്നത്. അതിൽ നമ്മൾ കർട്ടനായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത് ഡാർക്ക് ബ്ലൂവും ഗോൾഡൻ കളറുമാണ്. വീട്ടിലെ എല്ലാ കബോർഡ്സും ഉണ്ടാക്കിയിരിക്കുന്നത് ജിപ്സം ബോർഡ് വെച്ചിട്ടാണ്. ഇവിടെ റൂമിൻ്റെ സൈഡിലായിട്ട് ഡ്രസ്സിങ് ടേബിളും ഒരു മിററൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റൂമിനോട് ചേർന്നിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഈ രൂപ എടുത്തോ. വീണ്ടും നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. അവിടെ നിന്ന് ഈ ഒരു റൂമുള്ളത് മോളുടെ റൂമാണ്. അവിടെ പിങ്ക് കളറിലാണ്, പിങ്കും ഗോൾഡും കൂടെ കൂടിയ ഒരു കളറിലാണ് നമ്മളിവിടെ കാർട്ടൺ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ റൂമിന് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഉണ്ട്. ഇത് ആ സ്റ്റിക്കർ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ട് ഒട്ടിച്ചതാണ്. പിന്നെ നമ്മൾ ഹാളിലേക്ക് പോകുമ്പോൾ ഡൈനിങ് ടേബിളിൽ കാണുന്ന ബാമ്പു വെച്ചിട്ടുള്ള ആ പ്ലാന്റ് ഞാൻ തന്നെ സ്വന്തം ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ കണ്ടപ്പോൾ അത് തന്നെ കട്ട് ചെയ്തിട്ട് നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്ന ബാമ്പുവാണ്, അത് കട്ട് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇവിടെ 1-2 പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ട്, കുപ്പിയിലും പാത്രത്തിലും ഒക്കെ ആക്കി. ഇത് നമ്മുടെ കിച്ചണാണ്. ഇവിടെയാണ് ഓവനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഓവനൊന്നും ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ കൂടുതലും ഇനി ഈ കിച്ചൺ ഉപയോഗിക്കാറില്ല. ഈ കിച്ചൺ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പഴയ പേപ്പറൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ് ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. ഇനി അകത്തേക്ക് പോകുമ്പം ഉപയോഗിക്കുന്ന കിച്ചൺ കാണാം. ഇവിടെയാണ് ഞാൻ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ഫുള്ള് എൻ്റെ പരിപാടികളെല്ലാം ഉള്ളത്. ഞാൻ കൂടുതലും ചോറും ഇറച്ചിക്കറിയും മീൻകറിയൊക്കെ അടുപ്പിൽ തന്നെയാണ്, വിറകടുപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ വിറകടുപ്പ്. ഇത് ഫുള്ള് എന്താ പറയുക, നമ്മുടെ കുടംപുളി ഉണങ്ങിയിട്ട് പുകഞ്ഞ് ആകെ ഇതായിട്ടിരിക്കുകയാണ്. നമ്മുടെ
പൂച്ചപ്പട്ടാളമാണ്. ഇവർ മാത്രമല്ല, ഇത് പ്രസവിച്ച് കിടക്കുകയാണ് ഇവിടെ. 4 കുട്ടികളും കൂടി ഉണ്ട് ഇവർക്ക്. അപ്പം പിന്നെ പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാഷ് ബേസിനുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. പുറത്ത് നമുക്ക് പഴയ സാധനങ്ങളും വിറകും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ഒരു ചാർത്ത് പോലെ നനയാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ ലൈൻ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതാണ് ഞങ്ങൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. കുളിക്കാനും ഒക്കെ ആയിട്ട് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഈ ഒരു ടോയ്ലറ്റാണ്. അതിൽ ഹോട്ട് വാട്ടറിൻ്റെ കണക്ഷനും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമാണ്. കുളിക്കണമെങ്കിൽ തണുപ്പ് കുറച്ച് കൂടുതലാണ്. അത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറി മുകളിലെത്തിയാൽ 2 ബെഡ്റൂംസ് ഉണ്ട്. അവിടെ ബാൽക്കണി, പിന്നെ പുറത്തേക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇതാണ് ഒരു ബെഡ്റൂം. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമില്ല, ജസ്റ്റ് കാണുന്ന പോലെയുള്ളൂ. പക്ഷേ ഇതിൻ്റെ വിൻഡോസിൽ നിന്ന് കർട്ടൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ കാണുന്നത് ഒരു ഗ്ലാസ് ബ്രിക്സാണ് വിൻഡോയുടെ താഴെ. നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഇനി അടുത്തത് ഒരു ബെഡ്റൂമാണ്. ഇത് അറ്റാച്ച്ഡാണ്. ടോയ്ലറ്റും ബാത്റൂമും അറ്റാച്ച്ഡാണ്. ഇതുപോലെ തന്നെ ഈ വിൻഡോയുടെയും കർട്ടൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ എന്താ പറയുക, നല്ല രസമാണ് കാണാനായിട്ട്. അവിടെ ഒരു തയ്യൽ മെഷീനുണ്ട്. 2 സൈഡിലും അടുത്ത വീടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല ശാന്തമായിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് ഇവിടെ. ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് വാഷിംഗ് മെഷീൻ ഉള്ളത്. അലക്കിയ ഡ്രസ്സുകളും കാര്യങ്ങളുമൊക്കെ വിരിച്ചിടുന്ന സ്ഥലം ഇതാണ്. കണ്ടില്ലേ, റബ്ബർ തോട്ടമാണ് ഇവിടെയുള്ളത്. 2 സൈഡിലും 3 സൈഡിലും ഫ്രണ്ട് വശത്തും റബ്ബർ തോട്ടം തന്നെയാണ്. പിന്നെ നമ്മുടെ ബാൽക്കണിയിലൊരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് പ്ലാന്റ്സൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ടേബിള്, ഇരിക്കാനുള്ള സ്ഥലം. അങ്ങനെ നമ്മൾ കൂടുമ്പം ഇവിടെ വന്നിരിക്കാറുണ്ട്. നല്ല രസമാണ് ഇവിടെ ഇരുന്നിട്ട്. നമുക്ക് സമയം പോകുന്നൊന്നും അറിയില്ല. ചായയൊക്കെ കുടിക്കാം ഇവിടെ ഇരുന്ന്. ഈ കാണുന്നത് നമ്മുടെ ചീരയാണ്. ചീര വളർന്ന് പൂത്ത് നിൽക്കുന്നതാണ്. ഇവിടെ തന്നെയാണ് അയൺ ചെയ്യാനുള്ള ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്റ്റെയറിൽ ഇങ്ങനെ ഫോട്ടോസൊക്കെ അറേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഹാളിൻ്റെ ഒരു വ്യൂ ഇതാണ്. വളരെ ചെറിയൊരു ഹാളാണ്. പിന്നെ ഇതെൻ്റെ ഗാർഡനാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, കാട് പിടിച്ച് കിടക്കുകയാണ്. ഇത് ഒന്ന് വൃത്തിയാക്കണമെങ്കിൽ മഴ മാറണം. മഴയൊട്ട് മാറുന്നുമില്ല. പുല്ലാണെങ്കിൽ പറിച്ചാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും തന്നെ പിന്നെയും നിറഞ്ഞിരിക്കുക. കാട് പറിച്ച് മടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ സ്വർഗം, എൻ്റെ വീട്. അപ്പം എൻ്റെ വീടും എൻ്റെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം കണ്ട് എന്നെ സ്നേഹിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ താങ്ക്സ് ലോട്ട്. ഇനിയും നിങ്ങളെൻ്റെ വീഡിയോസ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ വിശേഷങ്ങൾ.
അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.